ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീൽ, ഈയുടെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു, ട്രേഡ് കമ്മീഷൻ ഉണ്ടായിരുന്നു. അതുമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് ട്രേഡ് ഡീൽ സൈൻ ചെയ്തു. ഇന്ത്യൻ മീഡിയ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ മീഡിയകളൊക്കെ അതിനെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോറി കൊടുത്ത് ചില ആൾക്കാർ, ചില എക്സ്പേർട്ട് ഒപ്പീനിയൻ, കാരണം ഇത് വളരെ നാളത്തെ ഡിസ്കഷനായിരുന്നു, അതിനെപ്പറ്റി മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടായി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ്, അതാണ് സൂചിക എന്ന് പറയുന്നത്, അവിടെ കാര്യമായിട്ടൊന്നും ചലനമുണ്ടായില്ല. അപ്പം അതിൻ്റെ റീസൺ എന്താ? ഇപ്പം യൂറോപ്യൻ കമ്മീഷണർ അവർ പറയുന്നത് ഡാവോസിൽ വെച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വെച്ച് പറഞ്ഞു, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, കഴിഞ്ഞ 20 വർഷമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ട്രേഡ് ഡീലിൻ്റെ ഡിസ്കഷൻ നടത്തുകയാണ്. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ടാണ് ഇത് ഭയങ്കര ഫാസ്റ്റ് ട്രാക്കിലോട്ട് പോകുന്നത്. കാരണം നിങ്ങൾക്കറിയാം, അമേരിക്കൻ 50% പുണിറ്റീവ് ടാരിഫ്, ഗ്ലോബലായിട്ടുള്ള ഇന്ത്യയെ ഐസൊലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ്, ഇതൊക്കെ നിലനിൽക്കുന്ന സമയത്ത്, കാരണം റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ, ഈ സമയത്താണ് ഈ പറയുന്ന ഇയുടെ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഇന്ത്യയിൽ വരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ കോമേഴ്സ് സെക്രട്ടറി, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞൊരു വാക്ക് മറക്കരുത്. കാരണം ആരാണ് ഈ ട്രേഡ് ഡീല് ഇത്ര മാത്രം ഫാസ്റ്റ് ആകാനുണ്ടായ കാരണം? 20 വർഷം കൊണ്ട് നടക്കുന്ന ടോക്സ് ആണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, എന്തിനാണ് അമേരിക്ക 25% പ്യൂണിറ്റീവ് ടാരിഫ് ഇന്ത്യയുടെ മേളിൽ വന്നത്? അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നു, അതിൻ്റെ പേരിലാണ്. കാരണം ഈ റഷ്യക്ക് വെപ്പൺസും ഈ സംഭവങ്ങളും വാങ്ങാൻ വേണ്ടി ഓയിൽ കൂടെ പണമുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യ പോകുന്നു. അമേരിക്കയ്ക്ക് വേണ്ടിയല്ല റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് അമേരിക്ക ഇടപെട്ടത്. ഇത് ആർക്ക് വേണ്ടി ഇടപെട്ടത്? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ആ ഒരു പ്രഷർ അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലോട്ട് വരുന്നു. അവരും ഇന്ത്യ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ ട്രേഡ് കൂട്ടാം, നിങ്ങൾ തൽക്കാലം റഷ്യയുമായിട്ടുള്ള ക്രൂഡിന്റെ വിനിമയം നിർത്തണം, അതായത് വ്യാപാരം നിർത്തണം. 2-3 ദിവസം മുമ്പ് അതേപോലെ ഡാവോസിൽ അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ പൂർണ്ണമായിട്ടും റഷ്യൻ ഓയിൽ നിർത്തി. ഇനി നമുക്ക് കടക്കാം, എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും അതേപോലെ തന്നെ വ്യാപാര കൊമേഴ്ഷ്യൽ രംഗത്തും ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ആക്ഷൻ ഉണ്ടാകാത്തതിൻ്റെ കാര്യമുണ്ട്. അത് റിയാലിറ്റിയാണ്. എന്തുകൊണ്ട് ഇത് പോസിറ്റീവായിട്ട് വരുന്നില്ല? എന്തുകൊണ്ടാണ് ഓട്ടോമൊബൈൽ സെക്ടർ, അതേപോലെ തന്നെ ഇന്ത്യയുടെ വൈൻ, ലിക്കർ, ഈ സംഭവ സെക്ടറിൻ്റെ അകത്ത് പെട്ടെന്ന് അവരുടെ സ്റ്റോക്കുകൾ പെട്ടെന്ന് താഴെ പോകാനുണ്ടായ കാരണം? ഇതേപോലെ ഹ്യൂജ് ആയിട്ടുള്ള ട്രേഡ് ഡീല് ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങൾ ഏകദേശം 26-28 രാജ്യങ്ങളോളം സൈൻ ചെയ്യുമ്പോൾ ഗ്രാജുവലായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഏകദേശം 2500-3000 കടക്കുന്നതാണ് ഒറ്റ ദിവസം കൊണ്ട്. അതൊന്നും ഇത് റിഫ്ലക്റ്റ് ചെയ്തില്ല. അതേപോലെ ഡാവോസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഏകദേശം 9 പരം ഇന്ത്യൻ സ്റ്റേറ്റുകളും അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഏകദേശം 4ഓളം ക്യാബിനറ്റ് മന്ത്രിമാരും അവിടെ പോയി പലതും സൈൻ ചെയ്തു. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയും, ഇന്ത്യൻ കമ്പനികളുമായിട്ടാണ് ഡാവോസിൽ പോയി സൈൻ ചെയ്തത്, എന്നാൽ ഇന്ത്യ പോയി സൈൻ ചെയ്തുകൂടായി. പലതും മുംബൈ, മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഇന്ത്യയിലുള്ള പല കമ്പനികളുമായിട്ട് പല സൈനിങ് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തി. അത് പിന്നെ അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇന്ത്യയിൽ സൈൻ ചെയ്തു. ഏകദേശം അപ്രോക്സിമേറ്റ് കണക്ക് പറയുന്നത്, ഇത്രയും വലിയൊരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും വലിയൊരു ഡെലിഗേഷൻ ഡാവോസിലോട്ട് പോകുന്നു. കേരളത്തിൻ്റെ പ്രതിനിധിയും പോയി. അപ്പം അവിടെ പോയിട്ട് ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞ് ഈ ലോകത്തെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. ഇന്ത്യൻ കമ്പനികൾ ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളായിട്ട് സൈൻ ചെയ്യുന്നു. ഇതാണ് ഉണ്ടായത്. അതിൻ്റെ അകത്ത് നാണം കെട്ടുപോയൊരു സംഭവമുണ്ട്.
ഇന്ത്യൻ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി IMFന്റെ AI എക്സ്പേർട്ട് ഇന്ത്യയെ രണ്ടാം കിട സാധനമാണെന്നുള്ളി പറയുകയും ചെയ്തു. അതിനെതിരെ അശ്വിനി വൈഷ്ണവ് അതിനെതിരെ തിരിച്ച് ഏതാണ്ടൊക്കെ പറഞ്ഞു. പക്ഷേ ഉണ്ടായ സംഭവമുണ്ട്. അതായത് നമ്മൾ എന്തുമായിരുന്നു AIക്കകത്ത് നമ്മൾ യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏകദേശം ഹ്യൂജ് ഒരു കോൺട്രാക്റ്റാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് AIയുമായിട്ട് ചേർന്ന് നമ്മൾ സൈൻ ചെയ്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 2023. അത് ഫർദർ ഒന്നും നടന്നിട്ടില്ല. കാരണം നടക്കേണ്ട സമയത്ത് അതെല്ലാം ഡീറെയിൽ ചെയ്തു പോയി. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ടെക്നോളജി ഇന്ത്യൻ മാൻ പവർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യും. ഇതിനകത്ത് കണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് പോസിറ്റീവായിട്ടുള്ള സംഭവം, ഇന്ത്യൻ ട്രേഡിനകത്ത് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുമോ ഇല്ലേ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യത്തിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അത് നിങ്ങൾക്ക് അത് വിശകലനം ചെയ്ത് മനസ്സിലാക്കാം. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഈ പറയുന്ന ഇന്ത്യയിലോട്ട് ഈ യൂറോപ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട് വരുമോ ഇല്ല, ഇതാണ് ചോദ്യം. എൻ്റെ ഒരു കണക്ക് കൂട്ടലനുസരിച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് ഞാൻ ഈ പറയുന്ന പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ യൂറോപ്പിൽ ഒരു ബിസിനസ് കോർപ്പറേറ്റിനെ എടുക്കുക, അതായത് ബിസിനസ് മാനെ എടുക്കുക, ഒരു ബിസിനസ് ഹൗസിനെ എടുക്കുക, അതായത് വലിയൊരു ബിസിനസ് ഹൗസിനെ എടുക്കുക. ഇതുമായിട്ടെല്ലാം വെൽ കണക്റ്റഡ് ആണ് അമേരിക്ക. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇവർക്കെല്ലാം തന്നെ അമേരിക്കയിൽ ഹ്യൂജ് ഓഫീസുണ്ട്. എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഗ്ലോബലായിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലാണെങ്കിൽ തന്നെയും ഏകദേശം 2 ബില്യൺ 3 ബില്യൺ 4 ബില്യൺ പെട്ടെന്നാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കുറവുകൾ വരുന്നത്, അതേപോലെ കൂടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും, അതായത് ബ്രസൽസിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലക്ച്വേഷൻ എന്താ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകാത്തതിൻ്റെ കാര്യമില്ല. കാരണം ഇത് നിയന്ത്രിക്കുന്നൊരു പവറുണ്ട്. ഈ പവർ എന്ന് പറഞ്ഞാൽ അമേരിക്ക, അതാണ് അമേരിക്കയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അമേരിക്ക ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിലും ഗ്ലോബൽ ബിസിനസ്സിലും ഭീമൻ എന്ന വാക്ക് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ പോയി കാലെ പിടിച്ചിട്ട് അവരുടെ ട്രേഡ് സൈൻ ചെയ്തതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ റീസൺ എന്താ? കാരണം അവർക്കറിയാം അമേരിക്കൻ മാർക്കറ്റ് ഇല്ല എങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ അവരുടെ ട്രേഡും അതേപോലെ അവിടുത്തെ മാനുഫാക്ചറിങ്ങും അവരുടെ ബിസിനസ്സും അവരുടെ ജോബും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഏകദേശം 110% ടാരിഫ് ഉണ്ടായിരുന്ന യൂറോപ്യൻ കാർ മേക്കേഴ്സ് ഇന്ത്യയിലോട്ട് അത് 40% മാറി? ഉറപ്പായിട്ടും അതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ ഓട്ടോ മാനുഫാക്ചേഴ്സ് അവരുടെ ഈ സ്റ്റേക്ക്, അതായത് അവരുടെ ഷെയർ ഒന്ന് താപ്പോട്ട് പോയതിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. അതിന് 2 സ്ലാബാണ് ഞാനിത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഏകദേശം $17,000, അതേപോലെ 15,000 യൂറോ ആ മൂല്യത്തിലുള്ള കാറുകളാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പം അതിനാണ് 40% ടാരിഫ്. ഇന്ത്യയുടെ കൺസ്യൂമേഴ്സിനെ എടുത്തു നോക്കുക, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്, പ്രത്യേകിച്ച് അർബൻ ക്ലാസ്. പണ്ട് നമ്മൾ 800 മാരുതിയും ആൾട്ടോയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സെഗ്മെന്റിലെ കാറുകളാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് കാറിന് വില കുറവായിരുന്നു. പക്ഷെ ഇന്ത്യക്കാരുടെയും അർബൻ ക്ലാസിൻ്റെയും ലൈഫ് സ്റ്റൈല് മാറി, അവരുടെ ബൈങ് പവറും പർച്ചേസിങ് പവർ കൂടി. അതായത് നമ്മൾ സെഡാൻ ക്ലാസ്സിലോട്ട് പോയി. അതിൻ്റെ കാരണമാണ് ഇന്ത്യൻ വീഥികളിൽ ഏറ്റവും കൂടുതൽ ഇനോവയും അതേപോലെ 20 ലക്ഷം 18 ലക്ഷം 20 ലക്ഷം രൂപയുടെ കാറുകൾ കാണുന്നത്. ഇതൊക്കെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കാറുകളാണ്. ഈ കാറുകളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി യൂറോപ്യൻ കാർ വന്നാൽ അതേ വിലയ്ക്ക്, അല്ലെങ്കിൽ 2-3 ലക്ഷം രൂപയുടെ കുറവ്, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ. ആലോചിച്ച് നോക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ കൺസ്യൂമർ
ഇന്ത്യൻ കാർ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന മഹേന്ദ്രയുടെയും ടാറ്റയുടെയും കാറ് വാങ്ങുവോ അതോ യൂറോപ്പിന്റെ കാറുകൾ വാങ്ങുവോ? ഇതാണ് ചോദ്യം. ഏതായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തേക്കാണ് ഈ 40%. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ അത് റിവ്യൂ ചെയ്തിട്ട് സീറോയിലോട്ട് പോകും. സീറോയിലോട്ട് പോയ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിന്റെ വഴി തീർന്നു പോകും. അതായത് കാരണം ആൾക്കാർക്ക് യൂറോപ്യൻ കാറിന്റെ ലക്ഷറിയും ആ ഒരു സംഭവം ഇന്ത്യയിലെ കാർ മാനുഫാക്ചേഴ്സിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കുക, യൂറോപ്പിൽ ഉണ്ടാക്കുന്ന കാറുകളുടെ 60% മുതൽ 70% ചൈനയിലുണ്ടാവുന്ന, അതവിടെ കൊണ്ടുവന്ന് അത് അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങ് വരികയാണ്, അല്ലെങ്കിൽ അവിടെ നേരിട്ട് ഇങ്ങോട്ട് വരും. ഇതാണ് ഉണ്ടാകാൻ. അതായത് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ഇത് ബാധിക്കാൻ പോകുന്നു. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, അതായത് ടെക്സ്റ്റൈൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത് ടെക്സ്റ്റൈലിൽ നമുക്ക് സീറോ ടാരിഫ്. എങ്ങനെയാണ് പാകിസ്ഥാനോടും അതേപോലെ തന്നെ ബംഗ്ലാദേശിനോടും ഏത് രീതിയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, കാരണം അവിടെ ഒരു GST എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് ഇന്ത്യക്ക് മുകളിൽ ഇപ്പോൾ സ്ലാഷ് ചെയ്തു 25%. കാരണം നേരത്തെ നമുക്ക് GSP ഉണ്ടായിരുന്നു. GSP എന്ന് പറയുന്നത് പോപ്പുലസ് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തെ സഹായിക്കാൻ വേണ്ടിയാണ് 25% നമുക്ക് കുറച്ചിരുന്നത്. ആ 25% ടാരിഫ്, അതായത് 2028 വരെ അത് കണ്ടിന്യൂ ചെയ്യും. പുതിയതായിട്ട് ഏർപ്പെടുത്തിയാണ് ജാനുവരി 1 മുതൽ. മനസ്സിലാക്കേണ്ടത്, ഈ ടെക്സ്റ്റൈൽ സാധനങ്ങളൊക്കെ പാകിസ്ഥാനിലും വിയറ്റ്നാമിലും അതേപോലെ തന്നെ ബംഗ്ലാദേശിലും ഉണ്ടാക്കുന്ന ഈ സാധനങ്ങൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും വളരെ നാളുകളായിട്ട് അവരുടെ ഗാർമെന്റ് പ്രോഡക്റ്റുകൾ ഈ യൂറോപ്പിലോട്ട് അയക്കുന്നുണ്ട്. കാരണം യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് അത് പോകുന്നത്. ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ മാൻ പവർ, അതായത് ലേബറിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. ചൈനയാണെങ്കിൽ ഓട്ടോമേഷനിലാണ്, ഏകദേശം വിയറ്റ്നാമിലും ഓട്ടോമേഷൻ ഏകദേശം നല്ലൊരു ശതമാനത്തിലോട്ട് ചൈനീസ് കമ്പനികൾ കയറി നടത്തിക്കൊണ്ടിരിക്കുക. അതായത് അതിഭയങ്കര കോമ്പറ്റീഷനായിരിക്കും ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നവർ. പക്ഷെ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ ചെറിയ വ്യതിയാനം കാരണം പോസിറ്റീവായിട്ട് അത് റിയാക്ഷൻ ഉണ്ടായി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, പ്രത്യേകിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നവർക്ക്. ഈ കോമ്പറ്റീഷനെ സർവൈവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ. യൂറോപ്യൻ സ്റ്റാൻഡേർഡും അമേരിക്കൻ സ്റ്റാൻഡേർഡും വ്യത്യസ്തമാണ്. കാരണം അമേരിക്കയ്ക്ക് ഈ പറയുന്ന പോലെ യൂറോപ്പിന്റെ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല. പല ഇന്ത്യൻ സാധനങ്ങളും അങ്ങനെ അച്ചീവ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ തിരിച്ച് ആലോചിക്കേണ്ട ഒരു സംഭവമാണ്, ഈ പറയുന്ന ബ്രിട്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ള ലിക്കർ വൈൻ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് അർബൻ ഇന്ത്യൻ ക്ലാസ്സിന് അവർക്ക് ഈ പറയുന്ന ഇപ്പോഴും സായിപ്പായിട്ട് ജീവിക്കാനാണ് താല്പര്യം. ദേശീയ സാധനം എന്നൊക്കെ പുറത്ത് പറഞ്ഞാൽ തന്നെ സായിപ്പിന്റെ ഈ സംഭവങ്ങളും ഈ പറയുന്ന സ്കോച്ച് വിസ്കി ആണെങ്കിലും വൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഇത്ര വർഷത്തെയാണ്, അത് ഇന്ന സാധനം ഉണ്ടാക്കിയാണ്, ഹിസ്റ്ററി ഒക്കെ പറയുന്ന അർബൻ മിഡിൽ ക്ലാസ് ഇന്ത്യയിൽ ശരിക്കും ഉണ്ട്. അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കയറി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇന്ത്യൻ ഡിസ്റ്റിലറീസ്, അതായത് ഇതേപോലെ ഉണ്ടാക്കുന്ന കമ്പനി പ്രത്യേകിച്ച് അർബൻ ക്ലാസ്സുകൾ, വാങ്ങുന്ന അർബൻ ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും യൂറോപ്യൻ സാധനത്തിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. അതിനൊരു ക്ലാസിക് ഉദാഹരണം ഞാൻ പറയാം. ഈ ഹരിയാനയിലും UP-യിലും L1 സ്റ്റോറുകളുണ്ട്. അതായത് ഫോറിൻ വിദേശ മദ്യം എന്ന് പറയുന്നത് വളരെ വില കുറച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. കാരണം വിദേശ കമ്പനികളെ ആകർഷിക്കുക, അവിടെ തൊഴിൽ ചെയ്യുന്നവരെ ആകർഷിക്കാനും വിദേശികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ 2 സ്റ്റേറ്റുകൾ ഈ മദ്യം, അതായത് വിദേശ ഫോറിൻ ലിക്കർ അതായത് സ്കോച്ച് ആണെങ്കിലും വൈൻ ആണെങ്കിലും ഇതങ്ങ് സ്ലാഷ് ചെയ്തങ്ങ് കുറച്ചു. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇന്ന് ഹരിയാനയിലും പ്രത്യേകിച്ച് ഗുഡ്ഗാവ് ഭാഗത്തും ഗാസിയാബാദ് നോയിഡ ഭാഗത്തും പോയാൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ലിക്കർ, അതായത് ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു, ഭയങ്കരമായിട്ടങ്ങ് കുറഞ്ഞു. കാരണം അതിന് ഈ പറയുന്ന രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വിദേശ മദ്യത്തിന്. കാരണം അവിടെ ആ കമ്പനികളുടെ അപ്പം അതിനാണ് കൂടുതൽ ഡിമാൻഡ് കയറി വരുന്നത്.
ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ അർബൻ ക്ലാസ്സിന് വിദേശത്ത് നിർമ്മിക്കുന്ന മദ്യം ഇതിൻ്റെ വിലയൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്, ഇന്ത്യൻ മദ്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു അർബൻ ക്ലാസ് അങ്ങോട്ടങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടായിരുന്നത് ഇന്ത്യൻ മദ്യം മാനുഫാക്ചേഴ്സിന് അവരുടെ സാധനങ്ങൾ ഈ ഗ്രാമങ്ങളിലോട്ട് കൊടുക്കേണ്ടി വന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളെ പറ്റി പറയാം. ഇന്ത്യൻ ഗ്രാമങ്ങൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ പർച്ചേസിങ്ങിന്റെ വൈബ്രന്റ് ഒന്നും അല്ല. അവർ ഈ ദേശീയ സാധനം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പരിപാടികളും ഈ പറയുന്ന മരിഞ്ച്വാനൊക്കെ അവർ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരിലോട്ടാണ് പിന്നെ പോകുന്നത്. അവരുടെക്കൊന്നും ഈ പറയുന്ന പോലെ ബൈങ് പവർ ഇല്ല. അപ്പം രണ്ടും വ്യത്യാസമാണ്. കാരണം ഇന്ത്യയുടെ അർബൻ മാർക്കറ്റാണ് ഏറ്റവും വലുത്. അവിടേക്ക് ഈ പറയുന്ന യൂറോപ്യൻ പ്രോഡക്റ്റുകൾ കയറി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അറിയാൻ സാധിച്ച അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഒന്നുമില്ല, വരികയാണെങ്കിൽ അത് നമ്മുടെ റൂറൽ സെക്ടറിലും ഇന്ത്യയുടെ മാനുഫാക്ചറിങ് സെക്ടറിലും ഉണ്ടാക്കുന്ന പലതിനെയും ബാധിക്കും. ഒരു സമയത്ത് കാരണം ഇതിൽ കോമ്പറ്റീഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, നല്ല പ്രോഡക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ എത്രമാത്രം ഇന്ത്യൻ എക്കോണമിക്ക് സാധിക്കും, അതേപോലെ തന്നെ ഇത് ജോബ് ക്രിയേറ്റ് ചെയ്യുമോ അതോ ജോബ് ഡിക്ലൈൻ ചെയ്യുമോ, ഇതൊക്കെയാണ് അടുത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് മോദി ഗവൺമെന്റ്, അവർ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്ന 20 വർഷത്തിന് ശേഷം, അതായത് 20 വർഷം കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഡീല് പെട്ടെന്ന് അത് ക്രോസ് ചെയ്യാൻ സാധിക്കുകയും, പ്രത്യേകിച്ച് ബ്രിട്ടനുമായിട്ടും നേരത്തെ അത് ക്രോസ് ചെയ്യാൻ സാധിച്ചു. ഇത് എങ്ങനെയായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്ന റിയാക്ഷൻ, അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ പ്രതീക്ഷിച്ച പോലെ പോസിറ്റീവ് ആയിരുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം, മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന വാക്കാണ് യൂറോപ്യൻ യൂണിയൻ ഇതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ജർമ്മന്റെ ചാൻസലർ ഇന്ത്യയിൽ വന്നിരുന്നു, അഹമ്മദാബാദ് 2 ദിവസം ടൂറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. അയാൾ ഇവിടെ വന്ന് ചെയ്ത കാര്യം എന്തുവാ? പ്രധാനമായിട്ടും അവർ എത്രയോ വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന സബ്മറൈൻ അത് ഇന്ത്യയുമായിട്ട് കച്ചവടം നടത്തി. അതാണ് ഉണ്ടായത്. ഫ്രാൻസിന്റെ പ്രസിഡന്റിന്റെ ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിലോട്ട് വരുന്നു. ഏകദേശം 114 റഫേല്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഏകദേശം 40 എണ്ണം ഉണ്ട്. ഞാൻ എൻ്റെ യഥാർത്ഥ കണക്കൊന്നും പറയുന്നില്ല, സിന്ധൂറുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ ഡീല് സൈൻ ചെയ്യാൻ വരുന്നു. ആ സൈൻ ചെയ്യാൻ വരുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ്, അതായത് നമ്മൾ നേരത്തെ ഇത് ഡീല് ആകുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞു വെച്ചിരുന്നതാണ്, അവർ നമുക്ക് സോഴ്സ് കോഡ് തരും. അതേപോലെ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് രണ്ടും തരുന്നില്ല. അതായത് സോഴ്സ് കോഡും തരുന്നില്ല, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ വെപ്പൺസ് അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സംഭവം തരുന്നില്ല. എന്നിട്ട് ഏകദേശം 14 മുതൽ 22% ഈ റഫേലിൻ്റെ വില അങ്ങ് കൂട്ടി. ഇതാണ് ചെയ്തത്. അപ്പം മനസ്സിലാക്കുക, ഇതിൽ ആർക്കാണ് ഈ പ്രയോജനം ഉണ്ടാകുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യക്കാണോ? അല്ല. ഇന്ത്യക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നത്? ഈ വെപ്പൺസ് ആണ് ഇന്ത്യയുടെ പ്രയോജനം എന്ന് പറയുന്നത്. വെപ്പൺസ് പ്രയോജനം തന്നെയാണ് ചില കാര്യങ്ങളിൽ. പക്ഷെ ഇതൊക്കെ പെട്ടെന്നുണ്ടായ ഡീലാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചു നമുക്ക് തേജസിനെ കൊണ്ട് MiG-21 റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് ഇന്ത്യയിലെ എക്സ്പേർട്ടുകൾ തന്നെ പറഞ്ഞു, ഡിഫൻസ് എക്സ്പേർട്ടുകൾ തന്നെ പറഞ്ഞു, തേജസിനെ കൊണ്ട് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വില കുറഞ്ഞ, അതായത് ഗ്ലോബലായിട്ട് F-35 ഭയങ്കര വിലയാണ്. മറ്റുള്ള, അതായത് സ്വീഡിഷ്, അതിന് വില കൂടുതലാണ്. പിന്നീട് നമ്മൾ ഓപ്ഷൻ നേരത്തെ എടുക്കാൻ പോയതാണ് ഈ കൊറിയൻ സാധനം ജോയിൻ്റ് ആയിട്ട് നിർമ്മിക്കുന്ന കാര്യങ്ങൾ. കെ എന്ന് പറഞ്ഞ സീരീസിലാണ് അത് തുടങ്ങുന്നത്. അത് നടന്നില്ല. ഫൈനലി നമ്മൾ ഈ ഫ്രഞ്ച് സാധനം, അതായത് ഫ്രഞ്ച് റഫേൽ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് റഫേൽ എടുത്തു കഴിയുമ്പോൾ ഇത് കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു റൈഫിള്, അതായത് നമ്മളൊരു റൈഫിൾ വാങ്ങും ഒരു രാജ്യത്തു നിന്ന്, ഈ റൈഫിളിൻ്റെ വില വളരെ ഈ പറയുന്ന പോലെ വലിയ വിലയൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഉപയോഗിക്കുന്ന ബുള്ളറ്റ്സ് അതിന് വില കൂടുതൽ. അതേപോലെ തന്നെയാണ് ഇതിന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഹ്യൂജായിട്ട് പണവും കൊടുക്കണം. ഏകദേശം 2 ലക്ഷം കോടിക്ക് അപ്പുറത്തോട്ടാണ് പോകുന്നതിൻ്റെ വില എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു രാജ്യം നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത്
ഫ്രാൻസിൽ ഇത്രമാത്രം പണം അങ്ങോട്ട് കൊടുക്കുകയാണ്. മനസ്സിലാക്കുക, അവർ ഈ ജോയിന്റ് വെഞ്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തെ വലിയ സംഭവങ്ങൾ മുഴുവൻ അവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരും. ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന സംഭവങ്ങളേ ഉള്ളൂ, അല്ലാതെ അവർ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഒന്നും നമുക്ക് തരുന്നൊന്നുമില്ല. പക്ഷെ നേരത്തെ ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി തരാമെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ സിന്ധു മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, അതിന് തരാമെന്ന് പറഞ്ഞിരുന്നു. ആ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി പിന്നീട് അത് ഫ്രാൻസ് ലോകത്തൊരു രാജ്യത്തിന് വിൽക്കുകയില്ല, അത് ഇന്ത്യക്ക് കൊമേഴ്ഷ്യലി വിൽക്കാമെന്നും ഒക്കെ ഒരു കരാറിൽ പറഞ്ഞിരുന്നു. അതിൽ നിന്ന് മുഴുവനും അവർ മാറിയിട്ട് സോഴ്സ് കോഡും തരുന്നില്ല, TOTയും തരുന്നില്ല, ഒരു പുല്ലും തരുന്നില്ല. ഫൈനലി കാരണം നമുക്ക് വളരെ ആവശ്യമായിട്ട് വന്നതിൻ്റെ പേരിൽ എമർജൻസി ബേസിസിലാണ് നമ്മൾ റഫേൽ സൈൻ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യയുടെ ഈ പറയുന്ന ഈ സാഹചര്യം അനുസരിച്ച് അമേരിക്കൻ സാങ്ഷനല്ല, അമേരിക്കൻ ടാരിഫും പ്യൂണിറ്റീവ് ടാരിഫും വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രയോജനം കിട്ടുകയാണ് ചെയ്ത്, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. ഇനി ഒരു കാര്യം പറയാം, അവസാനം കൺക്ലൂഡ് ചെയ്യുന്നൊരു കാര്യം പറയാം. ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ പ്രധാനപ്പെട്ട ശത്രു ആര്? ചോദ്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്ന റഷ്യയാണ്. കാരണം റഷ്യ ഉക്രൈൻ വാർ. അപ്പോൾ റഷ്യയുമായിട്ട് ഇന്ത്യ ഫർദറും ബന്ധം ഉണ്ടാകാൻ പോകരുത്. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളുമായിട്ട് ട്രേഡ് ഡീൽ ചെയ്യുന്നതിൻ്റെ പ്രഥമ രഹസ്യം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഇന്ത്യ ഫർദർ റഷ്യയെന്ന് ഈ പറയുന്ന സപ്പോർട്ട് ഉണ്ടാവരുത്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ട്രേഡ് നടത്തുക, അവരുമായിട്ട് കൂടുതൽ ബിസിനസ് നടത്തുക. പക്ഷെ അവർക്ക് ഈ പറയുന്ന ചൈനയുമായിട്ടും വിയറ്റ്നാമായിട്ടും എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ലപോലെ ട്രേഡുണ്ട്. ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്തി അത് കോമ്പറ്റീറ്റീവായിട്ട് നടത്തി നമ്മൾ സക്സസ് ആയിക്കോണം. ഇതൊക്കെ നമ്മൾ നമ്മുടെ കോർട്ടിലോട്ട് ഇട്ട് തരികയാണ്. ഇവിടെയാണ് നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ട്രേഡിൻ്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. പല ആൾക്കാരും എന്താണ് അമേരിക്ക ട്രേഡ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ പ്രോഡക്ട്സ് അമേരിക്കയിൽ ഇത്രയും ആൾക്കാർ വാങ്ങുന്നതിൻ്റെ കാര്യം? ഇതിൻ്റെ റീസൺ എന്താ? കാരണം അമേരിക്ക ചൈനീസ് പ്രോഡക്റ്റിൻ്റെ മുകളിൽ നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രോഡക്റ്റ് ചൈനീസ് പ്രോഡക്റ്റിനേക്കാളും കോമ്പറ്റീറ്റീവ് നല്ല പ്രൈസിൽ ആ മാർക്കറ്റിൽ പോയി. അതിനൊക്കെ നമ്മൾ വി ഹാവ് ടു താങ്ക്സ് ടു അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. കാരണം അമേരിക്കയ്ക്ക് അവരുടെ ശത്രു എന്ന് പറയുന്നത് ചൈനയാണ്. ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുവരണം. ഒരു കാര്യം ഞാൻ പറയാം, യൂറോപ്പിന് 1% പോലും താല്പര്യമില്ല ഇന്ത്യയെ ഫർദറായിട്ട് കൊണ്ടുവരാൻ. ഇത് അവർക്ക് അവരുടെ ട്രേഡും അവരുടെ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ ആവശ്യമാണ്. ഇന്ത്യ റഷ്യ ഒരുമിച്ച് പോകരുത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ട്രേഡിന് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ പറയുന്ന പോലെ ഇതൊരു പോസിറ്റീവായിട്ട് ഇന്ത്യയിൽ ജോബ് ഒന്നും ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും അത് കൺട്രോൾ ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ്. അതായത് ഞാൻ പറയാൻ പോകുന്ന കൺക്ലൂഡിങ് ടോപ്പിക്, ഈ വീഡിയോയുടെ കൺക്ലൂഡിങ് ആയിട്ടും കീ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഫർദർ ട്രേഡ് കൂടുതൽ എക്സ്പാൻഷൻ ചെയ്ത് ഫർദറായിട്ട്, അതായത് നേരത്തെ അമേരിക്ക ഇന്ത്യക്ക് പ്രോമിസ് ചെയ്തൊരു സംഭവമുണ്ട്, അതായത് 500 ബില്യൺ ട്രേഡ്. ആ ട്രേഡിനകത്ത് പൂർണ്ണമായിട്ട് ചൈനയെ ഐസൊലേറ്റ് ചെയ്യുവാണ്. അതായത് ചൈനയെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോഴ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ട്രേഡിലോട്ട് വന്നിരിക്കുന്നത്. ചൈന, വിയറ്റ്നാം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. കാരണം ഇവരാണ് മറ്റേ മാനുഫാക്ചറിങ് അവരുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ചൈന. അപ്പോൾ ഒരു ഭാഗത്ത് ചൈനയെ ഈ പറയുന്ന രാജ്യങ്ങളും, മറുഭാഗത്ത് റഷ്യ, അതിനിടയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് ചെറിയ ഇരയിട്ട് ഇന്ത്യയെ പിടിക്കാൻ ശ്രമിക്കുന്നു. ഇതിനകത്ത് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ IT സെക്ടർ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്കുള്ള തൊഴിലവസരങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുറന്നു കൊടുക്കുക, അതിനുള്ള സാഹചര്യം വളരെ കുറവാണ്. കാരണം ആ ഒരു കാര്യത്തിൽ റോഡ് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് ഇന്ത്യക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് സഞ്ചരിക്കാൻ വേണ്ടി വാതിൽ തുറക്കണം. അതിനും അവർ യെസ് എന്ന് പറഞ്ഞിട്ടില്ല, നോ എന്നുള്ള വാക്ക് തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, പോസിറ്റീവ് തന്നെയാണ് ഗ്ലോബൽ എക്കോണമിയായിട്ട് ഇന്ത്യക്ക് കമ്പയർ ചെയ്യുമ്പോൾ
ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്ന റോഡ് ബ്ലോക്ക് തന്നെയാണ്. കാരണം അമേരിക്കയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ വെൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ ഇന്ത്യക്ക് ഗുണമാണ്, മറു സൈഡിൽ ഇതേപോലെയുള്ള യൂറോപ്യൻ സാധനങ്ങളും യൂറോപ്യൻ പ്രോഡക്റ്റുകളും ഇന്ത്യൻ പ്രോഡക്റ്റുകളുമായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ സാധനങ്ങൾ ഇല്ലാതായി പോകരുത്. ആ ഒരു രീതിയിൽ മാത്രമാണ് എൻ്റെ അപ്രിഹെൻഷൻ. ആ രീതിയിൽ പോകുകയാണെങ്കിൽ മാത്രമാണ് അത് ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് പ്രയോജനം ഉണ്ടാകുന്നത്.